ഹായ് എവ്രിവൺ. അടുത്ത സെഷൻ ഓഷൻ കറൻസിനെ പറ്റിയാണ്. ലാസ്റ്റ് സെഷനിൽ നമ്മൾ പറഞ്ഞു എന്താണ് ഓഷൻ കറണ്ട്, എന്താണ് ടൈഡ്, എന്താണ് വേവ് എന്നൊക്കെ. അപ്പോൾ അടുത്തത് ഓഷൻ കറൻസിനെ പറ്റിയാണ്. ഏതൊക്കെയാണ് ഓഷൻ കറൻസ്, അത് എവിടെയൊക്കെയാണെന്നുള്ളതാണ് നമ്മൾ ഡീറ്റെയിൽഡ് ആയിട്ട് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഓഷൻ കറണ്ട് നമ്മൾ എന്താണെന്ന് പറഞ്ഞു. ഓഷൻ കറണ്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഓഷന്റെ സർഫസ് വാട്ടർ ഒരു റിവർ പോലെ ഒരു ഡെഫിനിറ്റ് ചാനലിൽ മൂവ് ചെയ്യുന്നു. അതാണ് ഓഷൻ കറൻസ് എന്ന് പറയുന്നത്. ഇനി ഏതൊക്കെ ടൈപ്പ് ഉണ്ട് ഓഷൻ കറൻസ്? ഓഷൻ കറൻസിനെ നമുക്ക് മെയിൻ ആയിട്ട് രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്യാം, വാം കറൻസ് എന്നും കോൾഡ് കറൻസ് എന്നും. എന്താണ് വാം കറണ്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ പേരിൽ നിന്ന് തന്നെ നമുക്ക് മനസ്സിലാവും, ഇറ്റ് ഈസ് ഹാവിങ് എ ബിറ്റ് ഹൈ ടെമ്പറേച്ചർ. അങ്ങനെയുള്ള കറൻസ് ആണ് ഓഷൻ കറൻസ്. അവ ഒറിജിനേറ്റ് ചെയ്യുന്ന എവിടെയായിരിക്കും? ടെമ്പറേച്ചർ കൂടണമെങ്കിൽ അവ എവിടെ ഒറിജിനേറ്റ് ചെയ്യണം? ഇക്വേറ്ററിൽ ഒറിജിനേറ്റ് ചെയ്യണം അല്ലെ? അതാണ് വാം ആയിട്ടുള്ള റീജിയൻസ്. അപ്പോൾ വാം ആയിട്ടുള്ള റീജിയൻസിൽ ഒറിജിനേറ്റ് ചെയ്യുന്ന കറൻസ് ആണ് വാം ഓഷൻ കറൻസ്. അത് ഇക്വേറ്ററിൽ ഒറിജിനേറ്റ് ചെയ്ത് എങ്ങോട്ട് പോകും? പോൾവേർഡ് മൂവ് ചെയ്യും. ആൻഡ് ഇത് യൂഷ്വലി ഇത് കാണപ്പെടുന്ന എവിടെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതൊരു ഓഷനാണ്. ഇത് രണ്ട് കോണ്ടിനെന്റിന്റെ ഇടയ്ക്കുള്ള ഒരു ഓഷനാണ്. അപ്പൊ കോണ്ടിനെന്റ് വൈസ് പറയുവാണെങ്കിൽ കോണ്ടിനെന്റിന്റെ ഈസ്റ്റേൺ പാർട്ടിലായിരിക്കും. പക്ഷേ ഈ ഓഷൻ ആണ് എടുക്കുന്നതെങ്കിൽ ഓഷന്റെ വെസ്റ്റേൺ പാർട്ടിലായിരിക്കും. അപ്പൊ ഏതെങ്കിലും ഒരെണ്ണം പഠിച്ചാൽ മതി. മോസ്റ്റ്ലി കോണ്ടിനെന്റ് വെച്ച് പറയുന്നതായിരിക്കും നമുക്ക് ഈസി ആയിട്ടുള്ളത്. അപ്പൊ കോണ്ടിനെന്റിന്റെ ഈസ്റ്റേൺ പാർട്ടിലായിരിക്കും ലോവർ ലാറ്റിറ്റ്യൂഡ്സിൽ, അതായത് താഴെയുള്ള ടെമ്പറേറ്റ് ട്രോപ്പിക്കൽ റീജിയനിൽ, സബ് ട്രോപ്പിക്കൽ ആ റീജിയൻസിലൊക്കെ ഈസ്റ്റേൺ പാർട്ട് ഓഫ് ദ കോണ്ടിനെന്റിലായിരിക്കും വാം ഓഷൻ കറണ്ട് ഉള്ളത്. ഇത് നമുക്ക് കുറച്ചുകൂടെ ഡീറ്റെയിൽ ആയിട്ട് ഡയഗ്രാം വെച്ച് നോക്കുമ്പോൾ കുറച്ചും കൂടെ മനസ്സിലാവും. ജസ്റ്റ് ഒരു ഇൻട്രോ പോലെ പറഞ്ഞതാണ്. നമ്മുടെ ഓഷൻസിന്റെ ഈസ്റ്റേൺ കോസ്റ്റിലാണ് ലോവർ ലാറ്റിറ്റ്യൂഡ്സിൽ വാം കറൻസ് കാണപ്പെടുന്നത്. ഹയർ ലാറ്റിറ്റ്യൂഡ്സ് എത്തുമ്പോൾ അവിടെ കോൾഡ് കറൻസിന്റെ പ്രസൻസ് വരാറുണ്ട് ഈസ്റ്റേൺ പാർട്ടിൽ. അതുകൊണ്ടാണ് എടുത്ത് പറയുന്നത് എന്ത്, ലോവർ ലാറ്റിറ്റ്യൂഡ്സിലാണ് കോണ്ടിനെന്റ്സിന്റെ ഈസ്റ്റേൺ പാർട്ടിൽ നമ്മുടെ വാം കറൻസ് കാണപ്പെടുന്നത്. ഹയർ ലാറ്റിറ്റ്യൂഡ്സ് ആവുമ്പോൾ ശരിക്കും കോണ്ടിനെന്റിന്റെ വെസ്റ്റേൺ പാർട്ടിലും നമുക്ക് എന്ത് കാണാൻ പറ്റും? നമ്മുടെ വാം കറണ്ടിനെ കാണാൻ പറ്റും. ഹയർ ലാറ്റിറ്റ്യൂഡ്സിൽ വെസ്റ്റേൺ കോസ്റ്റിലും നമുക്ക് വാം കറൻസിനെ കാണാൻ പറ്റും. ഇനി കോൾഡ് കറൻസ് പറയുകയാണെങ്കിൽ എന്താണ്? കോൾഡർ റീജിയൻസിൽ നിന്ന് വരുന്നതാണ്, ലൈക്ക് പോളാർ റീജിയൻസിൽ നിന്ന് വരുന്നതാണ് കോൾഡ് കറൻസ് എന്ന് പറയുന്നത്. ഇത് നോക്കുവാണെങ്കിൽ നമ്മുടെ ലോവർ ലാറ്റിറ്റ്യൂഡ് നോക്കുവാണെങ്കിൽ കോണ്ടിനെന്റ്സിന്റെ വെസ്റ്റേൺ പാർട്ടിലായിരിക്കും, വെസ്റ്റേൺ കോസ്റ്റ് ഓഫ് ദ കോണ്ടിനെന്റിലായിരിക്കും നമ്മുടെ ലോവർ ലാറ്റിറ്റ്യൂഡ്സിൽ ഈ കോൾഡ് കറണ്ട് കാണപ്പെടുന്നത്. ഹയർ ലാറ്റിറ്റ്യൂഡ്സിൽ ഇത് എവിടെയും വരാം, ഈസ്റ്റേൺ പാർട്ട് ഓഫ് ദി കോണ്ടിനെന്റ്സിലും വരാം. ഈസ്റ്റേൺ പാർട്ടിൽ നിന്ന് കോൾഡർ കറൻസ് ഉണ്ടാവാറുണ്ട്. എവിടെയാണ്? ഹയർ ലാറ്റിറ്റ്യൂഡ്സിൽ. അപ്പോൾ വാം കറണ്ട് മോസ്റ്റ്ലി നമുക്ക് എങ്ങനെ പറയാം? ലോവർ ലാറ്റിറ്റ്യൂഡ്സിൽ ഈസ്റ്റേൺ കോസ്റ്റിലാണ് കാണപ്പെടുന്നത്. കോൾഡ് കറണ്ട് ആണെങ്കിലോ ലോവർ ലാറ്റിറ്റ്യൂഡ്സിൽ വെസ്റ്റേൺ കോസ്റ്റിലാണ് കാണപ്പെടുന്നത്. ഒരു സംഭവം പഠിച്ചാൽ മതി, നമുക്ക് മറ്റേത് റിലേറ്റ് ചെയ്യാൻ പറ്റും. അപ്പൊ അതാണ് കോൾഡ് കറണ്ടും വാം കറണ്ടും. ഇനി നമുക്ക് ഓഷ്യാനിക് കറൻസ് ഏതൊക്കെയാണെന്ന് നോക്കാം. ഓരോ ഓഷനിലുള്ള കറൻസ് ഏതൊക്കെയാണെന്ന് നോക്കാം. ഫസ്റ്റ് നമുക്ക് അറ്റ്ലാന്റിക് ഓഷൻ നോക്കാം. നമ്മൾ ഇക്വേറ്റർ വെച്ചിട്ട് നോർത്തേൺ അറ്റ്ലാന്റിക് എന്നും സദേൺ അറ്റ്ലാന്റിക് എന്നും അങ്ങനെ രണ്ട് കറൻസ് ഉണ്ട്. ആൻഡ് ഇതിനകത്ത് മെയിൻ ആയിട്ട് പറയാനുള്ള ഒരു സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ കറൻസ് ഇങ്ങനെ ഒരു സർക്കുലർ പാത്തിലായിരിക്കും. അതിനാണ് നമ്മൾ ഗൈർ എന്ന് വിളിക്കുന്നത്. GYRE, ഗൈർ. ആ ഒരു സർക്കുലർ മോഷനെയാണ് നമ്മൾ ഓഷ്യാനിക് ഗൈർ എന്ന് പറയുന്നത്. ഇനി നോർത്തേൺ അറ്റ്ലാന്റിക് എടുക്കുവാണെങ്കിൽ ഇക്വേറ്ററിന് പാരലായിട്ട് ആരുണ്ട്? നോർത്ത് ഇക്വറ്റോറിയൽ കറണ്ട് ഉണ്ട്. ഈ നോർത്ത് ഇക്വറ്റോറിയൽ കറണ്ട് ഒരു വാം കറണ്ട് ആണ്. ഇനി നോർത്ത് ഇക്വറ്റോറിയൽ കറണ്ട് ഇങ്ങനെ പോയിട്ട് ചെന്ന് നമ്മുടെ കാരിബിയൻ ഐലൻഡ്, US-ന്റെ ഒക്കെ ഈസ്റ്റേൺ പാർട്ടിൽ ചെന്ന് അവിടെ ആ ലാൻഡ് മാസിൽ ചെന്ന് ഡിഫ്ലക്ട് ചെയ്യുന്നു. ഡിഫ്ലക്ട് ചെയ്ത് പോൾവേർഡ് സഞ്ചരിക്കുന്നു. അങ്ങനെ പോകുമ്പോൾ നമ്മൾ ഇതിനെ വിളിക്കുന്നത് ഗൾഫ് സ്ട്രീം എന്നാണ്. അപ്പം നോർത്ത് ഇക്വറ്റോറിയൽ കറണ്ട് ഉണ്ടായിരുന്നു, അത് ട്രാവൽ ചെയ്ത് നമ്മുടെ കരീബിയന്റെ ഏരിയയിലെത്തി. അവിടെ നമ്മൾ അതിനെ എന്ത് വിളിച്ചു? ഗൾഫ് സ്ട്രീം എന്ന് വിളിച്ചു. ഇനി ഗൾഫ് സ്ട്രീം അങ്ങനെ പോയിക്കൊണ്ടിരിക്കെ പെട്ടെന്ന് ഇത് രണ്ടാവും. എന്നിട്ട് നോർവേയുടെ പാർട്ടിലേക്കും പോകുന്നു, നമ്മുടെ ബ്രിട്ടന്റെ പാർട്ടിലേക്കും എന്ത് ചെയ്യുന്നു? ഈ ഒരു കറണ്ട് വരുന്നു. നോർവീജിയൻ സീയിലേക്കും പോകുന്നുണ്ട്. അതേപോലെ ഈ കറണ്ട് സർക്കുലേറ്റ് ചെയ്ത് തിരിച്ചു വരാനും വരുന്നുണ്ട്. അതിനെയാണ് നമ്മൾ നോർത്തേൺ അറ്റ്ലാന്റിക് ഡ്രിഫ്റ്റ് എന്ന് വിളിക്കുന്നത്. അതും വാമറാണ്. ഈ പോകുന്ന നോർവീജിയൻ കറണ്ടും വാമറാണ്. ഈ ഒരു കറണ്ട്, ഈ ഒരു നോർത്തേൺ അറ്റ്ലാന്റിക് ഡ്രിഫ്റ്റും ഈ നോർവീജിയൻ കറണ്ടും ഒക്കെ കാരണമാണ് നമ്മുടെ ഈ ഏരിയ കുറച്ച് വാമറായിട്ട് നിൽക്കുന്നത്. ഈ കറൻസ് കോൺട്രിബ്യൂട്ട് ചെയ്യുന്നതാണ് ഈ ഏരിയയുടെ ഒരു വാംനെസ് എന്ന് പറയുന്നത്. ഇനി ഇത് തിരിച്ച് താഴേക്ക് വരുമ്പോൾ, അതായത് ഈ നോർത്ത് അറ്റ്ലാന്റിക് കറണ്ട് താഴേക്ക് വരുമ്പോൾ എന്താണ്, പോളിൽ നിന്ന് തിരിച്ചു വരുവാണ് അല്ലെ. അപ്പൊ ഈ കറണ്ട് പോയിട്ട് കൂളായി തിരിച്ച്
കാനറി കറണ്ട് എന്ന പേരിലാണ് പോകുന്നത്. കാനറി കറണ്ട് എന്ന പേരിലാണ് ആഫ്രിക്കയുടെ വെസ്റ്റേൺ കോസ്റ്റ് വഴി ഇത് ഫ്ലോ ചെയ്യുന്നത്. അതൊരു കോൾഡ് കറണ്ട് ആണ്. അപ്പോൾ നോർത്ത് ഇക്വറ്റോറിയൽ കറണ്ടും ഗൾഫ് സ്ട്രീമും നോർത്ത് അറ്റ്ലാന്റിക് കറണ്ടും നോർവീജിയൻ കറണ്ടും ഒക്കെ എന്തായിരുന്നു? വാം കറണ്ട്സ് ആണ്. കാനറി കറണ്ട് ആണ് നോർത്ത് അറ്റ്ലാന്റിക്കിലുള്ള കോൾഡ് കറണ്ട് എന്ന് പറയുന്നത്. ഇനി കാനറി കറണ്ട് മാത്രമാണോ? അല്ല. നമ്മൾ നേരത്തെ പറഞ്ഞപ്പോൾ എന്ത് പറഞ്ഞു? ഹയർ ലാറ്റിറ്റ്യൂഡ്സിലാണെങ്കിൽ കോണ്ടിനെന്റിന്റെ ഈസ്റ്റേൺ കോസ്റ്റിൽ നമുക്ക് കൂൾ കറണ്ട്സ് കാണാം, അല്ലെങ്കിൽ കോൾഡ് കറണ്ട്സ് കാണാം. അങ്ങനെ നോർത്തേൺ അറ്റ്ലാന്റിക്കില് ഹയർ ലാറ്റിറ്റ്യൂഡ്സിലുള്ള കോൾഡ് കറണ്ട്സ് ആണ് ലാബ്രഡോർ കറണ്ടും ഈസ്റ്റേൺ ഗ്രീൻലാൻഡ് കറണ്ടും. ഈ രണ്ട് കറണ്ടും പോളിൽ നിന്ന്, അതായത് നോർത്ത് പോളിൽ നിന്ന് താഴേക്ക് ഒഴുകി വരുന്ന രണ്ട് കോൾഡ് കറണ്ട്സ് ആണ് ലാബ്രഡോർ കറണ്ടും ഈസ്റ്റേൺ ഗ്രീൻലാൻഡ് കറണ്ടും. ഇത് രണ്ടുമാണ് നോർത്ത് അറ്റ്ലാന്റിക്കില് നമ്മുടെ നോർത്ത് അമേരിക്കൻ കോണ്ടിനെന്റിന്റെ ഈസ്റ്റേൺ സൈഡിൽ കാണപ്പെടുന്ന കോൾഡ് കറണ്ട്സ്. അപ്പൊ അതാണ് നമ്മുടെ നോർത്ത് അറ്റ്ലാന്റിക്കിലുള്ള കറണ്ട്. അപ്പൊ ഏതൊക്കെയായിരുന്നു കോൾഡ് കറണ്ട്, ഏതൊക്കെയാണ് വാം കറണ്ട്സ്? നോർത്ത് ഇക്വറ്റോറിയൽ കറണ്ട് എന്താണ്? വാം കറണ്ട് ആണ്. അതേപോലെ ഗൾഫ് സ്ട്രീം എന്താണ്? വാം കറണ്ട് ആണ്. നോർത്ത് അറ്റ്ലാന്റിക് ഡ്രിഫ്റ്റ് എന്താണ്? വാം കറണ്ട് ആണ്. ഇനി കോൾഡ് കറണ്ട്സ് ഏതൊക്കെയായിരുന്നു? കാനറി കറണ്ട് ഉണ്ട്. നമ്മുടെ ആഫ്രിക്കയുടെ ഒക്കെ വെസ്റ്റേൺ കോസ്റ്റിലാണ് കാനറി കറണ്ട് ഉള്ളത്. ദെൻ പിന്നെ ഏത് പറഞ്ഞു? നമ്മുടെ പോളിന്ന് വരുന്ന ലാബ്രഡോർ കറണ്ടും പിന്നെ ഉണ്ടായിരുന്ന ഏതാണ്? ഈസ്റ്റേൺ ഗ്രീൻലാൻഡ് കറണ്ടും. അപ്പൊ ഏതൊക്കെയാണ് കോൾഡ്, ഏതൊക്കെയാണ് വാം എന്നുള്ളത് പഠിച്ചു വെക്കണം. നോർത്തേൺ അറ്റ്ലാന്റിക്കില് ഇത് മൂന്നുമായിരുന്നു വാമർ കറണ്ട്, കാനറി, ലാബ്രഡോർ, ഈസ്റ്റേൺ ഗ്രീൻലാൻഡ്. അത് മൂന്നുമാണ് കോൾഡർ കറണ്ട്സ്. ഇനി അതേപോലെ തന്നെ സദേൺ അറ്റ്ലാന്റിക്കിലും ഉണ്ട് കറണ്ട്സ്. സൗത്ത് ഇക്വറ്റോറിയൽ കറണ്ട് എന്ന് പറയുന്നത് നമ്മുടെ ഇക്വേറ്ററിന് പാരലായിട്ട് ഉണ്ടാകുന്ന വാം കറണ്ട് ആണ്. അത് ഫ്ലോ ചെയ്ത് വരുമ്പോൾ ഇവിടെ എന്താണ്? സൗത്ത് അമേരിക്കൻ കോണ്ടിനെന്റിന്റെ ലാൻഡ് ഉണ്ട്. അപ്പൊ അവിടെ ഡിഫ്ലക്ട് ചെയ്യുന്നു. ഡിഫ്ലക്ട് ചെയ്ത് ബ്രസീലിയൻ കറണ്ട് ആയിട്ട് താഴേക്ക് പോകുന്നു. അതും വാം കറണ്ട് ആണ്. എന്നിട്ട് ഇത് ഇവിടുത്തെ ലാൻഡ് മാസിൽ ഡിഫ്ലക്ട് ചെയ്ത് ഈസ്റ്റിലേക്ക് പോകുന്നു. അവിടെ തന്നെ നമ്മൾ എന്ത് പറയും? സൗത്ത് അറ്റ്ലാന്റിക് കറണ്ട് എന്ന് പറയും. അത് കഴിഞ്ഞിട്ട് ഇതിപ്പോ സൗതേൺ പാർട്ടിൽ വന്നിട്ട് എന്ത് ചെയ്തു? കൂളായിട്ട് കോൾഡ് കറണ്ട് ആയിട്ട് തിരിച്ച് സർക്കുലേറ്റ് ചെയ്ത് പോകുന്നു. അതാണ് ബെനിഗുല കറണ്ട്. അപ്പോൾ ഇവിടെ സദേൺ അറ്റ്ലാന്റിക്കിൽ ഏതൊക്കെയാണ് ഉണ്ടായിരുന്നത്? സൗത്ത് ഇക്വറ്റോറിയൽ കറണ്ട്, ബ്രസീലിയൻ കറണ്ട്, സൗത്ത് അറ്റ്ലാന്റിക് കറണ്ട്. ഇത് മൂന്നും എന്താണ്? വാം കറണ്ട് ആണ്. അവിടെയുള്ള കോൾഡ് കറണ്ട് ആരാണ്? ബെനിഗുല കറണ്ട് ആണ്. അപ്പോൾ നമ്മൾ നോർത്ത് അറ്റ്ലാന്റിക് നോക്കി, സൗത്ത് അറ്റ്ലാന്റിക് നോക്കി. ഇക്വറ്റോറിയൽ കറണ്ട്സ് ഒക്കെ വാം കറണ്ട്സ് ആണ്. അതേപോലെ തന്നെ ഗൾഫ് സ്ട്രീം വാം കറണ്ട് ആയിരുന്നു, ബ്രസീലിയൻ കറണ്ട് വാം കറണ്ട് ആയിരുന്നു. നോർത്ത് അറ്റ്ലാന്റിക് ഡ്രിഫ്റ്റും സൗത്ത് അറ്റ്ലാന്റിക് ഡ്രിഫ്റ്റും വാം കറണ്ട്സ് ആണ്. കാനറി കറണ്ടും ബെനിഗുല കറണ്ടും ആണ് അറ്റ്ലാന്റിക്കിലുള്ള കോൾഡ് കറണ്ട്സ്. പിന്നെ എന്ത് പറഞ്ഞു? പോളിൽ നിന്ന് വരുന്ന ലാബ്രഡോർ കറണ്ടും ഈസ്റ്റ് ഗ്രീൻലാൻഡ് കറണ്ടും അവിടുത്തെ കോൾഡ് കറണ്ട്സ് ആണ്. അപ്പൊ ഇത്രയാണ് അറ്റ്ലാന്റിക്കിലുള്ള കറണ്ട്സ് എന്ന് പറയുന്നത്. ഇനി നമുക്ക് അടുത്ത ഓഷൻ നോക്കാം. അടുത്തത് നമുക്ക് പസഫിക് ഓഷൻ എടുക്കുവാണെങ്കിൽ, പസഫിക് ഓഷനിൽ നമ്മൾ ഈ പറഞ്ഞ പോലെ എന്തുണ്ട്? ഇക്വറ്റോറിയൽ കറണ്ട് ഉണ്ട്. അപ്പം നോർത്ത് ഇക്വറ്റോറിയൽ കറണ്ട് ഉണ്ട്. നോർത്ത് ഇക്വറ്റോറിയൽ കറണ്ട് വരുമ്പം സൗത്ത് ഈസ്റ്റിലുള്ള കുഞ്ഞ് ഐലൻഡ് കൺട്രീസിൽ ഇടിക്കുന്നു. അത് ഡിഫ്ലക്ട് ചെയ്ത് പോളിലേക്ക് പോകുന്നു. അതാണ് കുറോഷിയോ കറണ്ട് എന്ന് പറയുന്നത്. ദെൻ ഈ കുറോഷിയോ കറണ്ട് തിരിച്ച് ഡ്രിഫ്റ്റ് ചെയ്ത് പോകുന്നതിനാണ് നോർത്ത് പസഫിക് കറണ്ട് എന്ന് പറയുന്നത്. അതും വാം കറണ്ട് ആണ്. ഈ നോർത്ത് പസഫിക് കറണ്ട് നമ്മുടെ അമേരിക്കൻ കോണ്ടിനെന്റിന്റെ വെസ്റ്റേൺ സൈഡിൽ വന്ന് ഇടിച്ചിട്ട് എന്ത് ചെയ്യും? അത് താഴോട്ട് കോൾഡ് കറണ്ട് ആയിട്ട് പോകുന്നു. അതാണ് കാലിഫോർണിയ കറണ്ട് എന്ന് പറയുന്നത്. ഇതിപ്പം വാം കറണ്ട്സ് എല്ലാം പോളിലേക്ക് എത്തിക്കഴിയുമ്പോൾ എന്താവും? അത് കോൾഡ് കറണ്ട്സ് ആവും. അപ്പോൾ കാലിഫോർണിയ കറണ്ട് എന്ന് പറയുന്ന കോൾഡ് കറണ്ട് ആയിട്ട് അത് തിരിച്ചു വരുന്നത്. അങ്ങനെയാണ് സർക്കുലേഷൻ കംപ്ലീറ്റ് ആവുന്നത്. ഇനി നമ്മൾ സൗത്ത് എടുക്കുവാണെങ്കിൽ സൗത്ത് ഇക്വറ്റോറിയൽ കറണ്ട് ആണ് ഇവിടുത്തെ വാം കറണ്ട്. നമുക്ക് സ്റ്റാർട്ട് ചെയ്യുന്ന സൗത്ത് ഇക്വറ്റോറിയൽ കറണ്ടിൽ നിന്നാണ്. അത് ഫ്ലോ ചെയ്ത് ഓസ്ട്രേലിയയുടെ ഈസ്റ്റേൺ പാർട്ടിൽ വന്നിട്ട് ഈസ്റ്റേൺ ഓസ്ട്രേലിയ കറണ്ട് ആകുന്നു. എന്നിട്ട് ഇത് തിരിച്ച് സൗത്ത് പസഫിക് കറണ്ട് ആയിട്ട് പോകുന്നു. ഇവിടെ ഉണ്ടാവുന്ന കോൾഡ് കറണ്ട് ആരാണ്?
പെറു ആണ്. പെറൂവിയൻ കറണ്ട് ആണ് ഇവിടുത്തെ കോൾഡ് കറണ്ട്. അപ്പൊ ഏതൊക്കെയാണ് പസഫിക്കിലെ കറണ്ട്സ്? വാം കറണ്ട്സ് നോക്കുവാണെങ്കിൽ നോർത്തേൺ പസഫിക് കറണ്ട് ഉണ്ട്, നോർത്തേൺ ഇക്വറ്റോറിയൽ കറണ്ട് ഉണ്ട്, പിന്നെ ഏതാണുള്ളത്? കുറോഷിയോ കറണ്ട് ഉണ്ട്. ഇത് മൂന്നുമായിരുന്നു ഇവിടുത്തെ നോർത്ത് പസഫിക്കിലെ വാം കറണ്ട്സ് എന്ന് പറയുന്നത്. അവിടുത്തെ കോൾഡ് കറണ്ട് ആരായിരുന്നു? കാലിഫോർണിയ കറണ്ട്. ഇനി സൗത്ത് പസഫിക് എടുക്കുകയാണെങ്കിൽ ഈ പറഞ്ഞ പോലെ തന്നെ സൗത്ത് ഇക്വറ്റോറിയൽ ഉണ്ട്, പിന്നെ ആരാണുള്ളത്? ഈസ്റ്റ് ഓസ്ട്രേലിയൻ ഉണ്ട്, അത് തിരിച്ചു വരുമ്പോൾ സൗത്ത് പസഫിക് ആണ്. പിന്നെ ഇവിടെ ഉണ്ടാവുന്ന കോൾഡ് കറണ്ട് ആരാണ്? പെറു ആണ്, പെറൂവിയൻ കറണ്ട് അല്ലെങ്കിൽ ഹംബോൾട്ട് കറണ്ട് എന്ന് പറയും നമ്മള്. പെറൂവിയൻ കറണ്ട് ഓർ ഹംബോൾട്ട് കറണ്ട്. അപ്പോൾ പസഫിക്കിലുള്ള കോൾഡ് കറണ്ട്സ് ആരൊക്കെയാണ്? കാലിഫോർണിയ കറണ്ടും പെറു അല്ലെങ്കിൽ ഹംബോൾട്ട് കറണ്ടും ആണ്. അവിടുത്തെ വാം കറണ്ട്സ് ആരൊക്കെയായിരുന്നു? നോർത്ത് ഇക്വറ്റോറിയൽ, കുറോഷിയോ, നോർത്ത് പസഫിക്, സൗത്ത് ഇക്വറ്റോറിയൽ, ഈസ്റ്റ് ഓസ്ട്രേലിയൻ ആൻഡ് സൗത്ത് പസഫിക്. ഇനി ഇവിടെ ഉള്ള രണ്ട് ലോക്കൽ കറണ്ട്സ് അല്ലെങ്കിൽ അലാസ്കൻ തീരത്ത് കാണപ്പെടുന്ന ഒരു ലോക്കൽ കറണ്ട് ആണ് അലാസ്കൻ കറണ്ട് എന്ന് പറയുന്നത്. ഇതൊരു വാം കറണ്ട് ആണ്. അലാസ്കൻ കറണ്ട് ഒരു വാം കറണ്ട് ആണ്. പിന്നെ ഇവിടെ നമ്മൾ പറഞ്ഞു ഹയർ ലാറ്റിറ്റ്യൂഡ്സിലാണെങ്കിൽ നമ്മുടെ കോണ്ടിനെന്റിന്റെ ഈസ്റ്റേൺ പാർട്ടിൽ നമുക്ക് ആരെയും കാണാം? കോൾഡ് കറണ്ടിനെയും കാണാൻ പറ്റും എന്ന് പറഞ്ഞു. അപ്പൊ നമ്മുടെ പസഫിക്കിലുള്ള കോൾഡ് കറണ്ട് ആണ് ഒയാഷിയോ കറണ്ട്. ഓക്കെ, ഒയാഷിയോ കറണ്ട് കോൾഡ് കറണ്ട് ആണ്, നമ്മുടെ അലാസ്കൻ കറണ്ട് വാം കറണ്ട് ആണ്. ഇത് രണ്ടുമാണ് ഇതിനകത്തുള്ള ലോക്കൽ കറണ്ട്സ് എന്ന് പറയുന്നത്. ഇനി നമുക്ക് ഇന്ത്യൻ ഓഷൻ റീജിയൻ ആണ് നോക്കാനുള്ളത്. നമ്മൾ പസഫിക്കും അറ്റ്ലാന്റിക്കും നമ്മൾ നോർത്ത് സൗത്ത് എന്ന് പറഞ്ഞു. പക്ഷേ ഇന്ത്യൻ ഓഷൻ റീജിയനിലുള്ള ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഇന്ത്യൻ സബ് കോണ്ടിനെന്റിനോട് ചേർന്നിട്ടുള്ള ഈ നോർത്തേൺ പാർട്ടില് നമുക്ക് അങ്ങനെ ഒരു സ്പെസിഫിക് കറണ്ടിന്റെ പാറ്റേൺ പറയാൻ പറ്റത്തില്ല. എന്തുകൊണ്ടാണത്? മൺസൂണൽ വിൻഡ് ഉള്ളതുകൊണ്ട് സീസണൽ ചേഞ്ചസ് ഉണ്ടാവും. അപ്പൊ നമുക്കൊരു പെർട്ടിക്കുലർ രീതിയിൽ ഇങ്ങനെയാണ് കറണ്ട് ഫ്ലോ ചെയ്യുന്നതെന്ന് നമുക്ക് ആ ഒരു ഓഷൻ കറണ്ട്സ് എല്ലാം പറയുന്ന പോലെ ബാക്കി ഉള്ള ഓഷനിലെ പോലെ നമുക്ക് പറയാൻ പറ്റത്തില്ല. അപ്പൊ നമ്മൾ മെയിൻ ആയിട്ട് കോൺസെൻട്രേറ്റ് ചെയ്യുന്നത് സൗത്ത് ഇന്ത്യൻ ഓഷനിലാണ്. അപ്പൊ ഈ സൗത്ത് ഇന്ത്യൻ ഓഷനിൽ എന്താണ് പറ്റുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പൊ പറഞ്ഞ പോലെ തന്നെ നമ്മൾ എല്ലാ ഓഷനിലും പറയുന്ന പോലെ തന്നെ അത് സ്റ്റാർട്ട് ചെയ്യുന്ന എവിടെയാണ്? സൗത്ത് ഇക്വറ്റോറിയൽ കറണ്ടിലാണ്. എന്നിട്ട് അത് മൂവ് ചെയ്ത് വരുമ്പോൾ ആഫ്രിക്കയുടെ ഈസ്റ്റേൺ കോസ്റ്റിൽ എത്തുന്നു. അവിടെ ഒരു ചെറിയ ഐലൻഡ് ഏരിയ ഉണ്ട്. ഏതാണ്? മഡഗാസ്കർ. ഈ മഡഗാസ്കർ കാരണം ഇത് രണ്ട് കറണ്ടായിട്ട് ഡിഫ്ലക്ട് ചെയ്ത് പോകും. പക്ഷെ ഇത് രണ്ടും എന്താണ്? വാം കറണ്ട് തന്നെയാണ്. ഒന്ന് അഗുൽഹാസ് കറണ്ടും ഒന്ന് മൊസാംബിക് കറണ്ടും. എന്നിട്ട് ഈ കറണ്ട്സ് വന്നിട്ട് തിരിച്ച് ഡിഫ്ലക്ട് ചെയ്ത് പോവാണ് ആരായിട്ട്? സൗത്ത് ഇന്ത്യൻ കറണ്ട് ആയിട്ട്. ഇത് പോയിട്ട് വെസ്റ്റേൺ ഓസ്ട്രേലിയയുടെ സൈഡിൽ കൂടെ മൂവ് ചെയ്തിട്ട് കോൾഡ് കറണ്ട് വെസ്റ്റേൺ ഓസ്ട്രേലിയൻ കറണ്ടായിട്ട് ഫ്ലോ ചെയ്ത് സർക്കുലേഷൻ കംപ്ലീറ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇന്ത്യൻ ഓഷനിൽ ആരൊക്കെയാണ് ഉണ്ടായിരുന്നത്? സൗത്ത് ഇക്വറ്റോറിയൽ കറണ്ട് ഉണ്ടായിരുന്നു. കാരണം ഇവിടെ നമ്മൾ സൗത്തിൽ മാത്രമേ ഓഷൻ കറണ്ടിനെ കൺസിഡർ ചെയ്യുന്നുള്ളൂ. അപ്പൊ സൗത്ത് ഇക്വറ്റോറിയൽ കറണ്ട് ഉണ്ട്, അതേപോലെ തന്നെ അഗുൽഹാസും ഉണ്ട്, മൊസാംബിക്കും ഉണ്ട്. രണ്ടും ഒരു നമ്മുടെ വന്ന സൗത്ത് ഇക്വറ്റോറിയൽ കറണ്ട് തന്നെ രണ്ടായിട്ട് ഡിഫ്ലക്ട് ചെയ്തതാണ്. അഗുൽഹാസ് കറണ്ടും പിന്നെ ഉള്ളത് മൊസാംബിക് കറണ്ടും. ഇത് രണ്ടും എന്താണ്? വാം കറണ്ട്സ് ആണ്. പിന്നെ ഉള്ളതാണ് ആര്? സൗത്ത് ഇന്ത്യൻ കറണ്ട്. പിന്നെ ഇവിടെ ഉണ്ടാവുന്ന കോൾഡ് കറണ്ട് ആരാണ്? വെസ്റ്റേൺ ഓസ്ട്രേലിയൻ കറണ്ട്. അപ്പൊ ഇത്രയാണ് ഇന്ത്യൻ ഓഷനിൽ ഉണ്ടാവുന്ന കറണ്ട്സ് എന്ന് പറയുന്നത്. ഇനി നമ്മൾ നോക്കുവാണെങ്കിൽ അറ്റ്ലാന്റിക് സീയിൽ ഒന്നും ഇല്ലേന്ന് നമ്മൾ ചോദിക്കും. അറ്റ്ലാന്റിക് സീയിൽ ഒരേ ഒരു കറണ്ടാണ് ഉള്ളത്. ആ ഒരു കറണ്ട് ഈ ത്രൂ ഔട്ട് ദി ഗ്ലോബ് സർക്കുലേറ്റ് ചെയ്യുന്ന ഒരു സർക്കുലേഷൻ ആണ്. അതിനെ നമ്മൾ പറയുന്നത് അന്റാർട്ടിക് സബ്പോളാർ സർക്കുലേഷൻ എന്നാണ്. എന്താണ്? അന്റാർട്ടിക് സർക്കംപോളാർ സർക്കുലേഷൻ. അതായത് ആ പോളിന് ചുറ്റും ഈ ഒരു കറണ്ട് ത്രൂ ഔട്ട് ദ ഗ്ലോബ് ഇങ്ങനെ സർക്കുലേറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതാണ് അന്റാർട്ടിക് സർക്കംപോളാർ സർക്കുലേഷൻ എന്ന് പറയുന്നത്. അപ്പൊ നമ്മൾ എല്ലാ സീസിലെയും
എല്ലാ ഓഷൻസിലെയും കറണ്ട്സ് നമ്മൾ കണ്ടു. ഇതിൽ നമ്മൾ മെയിൻ ആയിട്ട് എന്ത് ഫോക്കസ് ചെയ്യണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഏതൊക്കെയാണ് കോൾഡ് കറണ്ട്, ഏതൊക്കെയാണ് വാം കറണ്ട് എന്നുള്ളത് അറിഞ്ഞിരിക്കുക, ഏത് ഓഷനിലാണ് ഈ കറണ്ട്സ് ഉണ്ടാവുന്നതെന്ന് അറിഞ്ഞിരിക്കുക. അത്രയും മാത്രം. അല്ലാതെ ഒരുപാട് ഡീറ്റെയിൽ ആയിട്ട് ഇത് എങ്ങനെ ഉണ്ടാവുന്നു, എന്തുകൊണ്ട് ഉണ്ടാവുന്നു അതിനേക്കാളും നമുക്ക് ഇമ്പോർട്ടന്റ് എന്താണ്, പ്രിലിംസിന് ഇമ്പോർട്ടന്റ് എന്താണ്, നമുക്ക് ഇത് ഏതൊക്കെയാണ് വാം കറണ്ട്, ഏതൊക്കെയാണ് കോൾഡ് കറണ്ട് എന്നുള്ളത് മെയിൻ ആയിട്ട് അറിഞ്ഞിരിക്കുക. അത് ഏതൊക്കെ ഓഷനിലാണെന്നും അറിഞ്ഞിരിക്കുക. അപ്പൊ ഇത്രേ ഉള്ളൂ കറണ്ട്സിനെ പറ്റി. ഇനി അടുത്തുള്ള ഒരെണ്ണം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മളിപ്പോൾ പറഞ്ഞു ഓഷൻ കറണ്ട്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു സർഫസ് വാട്ടറിൽ ഉണ്ടാകുന്ന ഫിനോമിനൻ ആണ്. അപ്പോൾ ഓഷന്റെ മുകളിൽ മാത്രമേ ഈ ഒരു വാട്ടർ മൂവ്മെന്റ് നടക്കുള്ളൂ? അല്ല, ഡീപ്പ് ഓഷനിലും നടക്കാറുണ്ട്. അങ്ങനെയുള്ള ഒരു വാട്ടർ മൂവ്മെന്റ് അല്ലെങ്കിൽ ആ ഡീപ്പ് ഓഷനിൽ ഉണ്ടാകുന്ന ഓഷ്യാനിക് വാട്ടർ മൂവ്മെന്റിനെയാണ് നമ്മൾ തെർമോഹാലൈൻ സർക്കുലേഷൻ എന്ന് പറയുന്നത്. എന്താണ് തെർമോഹാലൈൻ സർക്കുലേഷൻ? നമുക്കിത് എന്താണെന്ന് ഈ പേരിൽ തന്നെ കണ്ടുപിടിക്കാൻ പറ്റും. ഇറ്റ് ഈസ് അബൌട്ട് തെർമൽ ആൻഡ് ഹലൈൻ. തെർമൽ ആൻഡ് ഹലൈൻ ഡിഫറൻസസ് അല്ലെങ്കിൽ ഒരു ഗ്രേഡിയന്റ് കാരണം ഉണ്ടാവുന്നതാണ് തെർമോഹാലൈൻ സർക്കുലേഷൻസ് എന്ന് പറയുന്നത്. ടെമ്പറേച്ചർ ഡിഫറൻസും ഹാലൈൻ മീൻസ് സലൈനിറ്റി ഡിഫറൻസും കാരണം വാട്ടറിന്റെ മൂവ്മെന്റ് ഉണ്ടാവുന്നു. എവിടെ? ഡീപ്പ് ഓഷനിൽ. അതിനെയാണ് നമ്മൾ തെർമോഹാലൈൻ സർക്കുലേഷൻ എന്ന് പറയുന്നത്. ഇനി പോളാർ റീജിയണിൽ എന്താണ് പറ്റുന്നത്? പോളാർ റീജിയണിൽ കോൾഡ് വാട്ടറിന് എന്തായിരിക്കും? സോൾട്ടിനെസ് കൂടുതലായിരിക്കും അല്ലെങ്കിൽ സലൈനിറ്റി കൂടുതലായിരിക്കും. അപ്പൊ അവിടെ എന്താണ്? ഡെൻസിറ്റി കൂടുതലാണ്. അപ്പൊ ഇത് പോളാർ റീജിയണിൽ ഡെൻസ് വാട്ടർ ആണ്. അപ്പൊ എന്ത് ചെയ്യുന്ന വെച്ച് കഴിഞ്ഞാൽ ഇത് സിങ്ക് ചെയ്തു പോകും. നമ്മൾ നേരത്തെ പറഞ്ഞില്ല, ഇവിടുത്തെ വാട്ടർ സിങ്ക് ചെയ്തു പോകും. സിങ്ക് ചെയ്തിട്ട് ഇത് അവിടെ തന്നെ കിടക്കുവാണോ ചെയ്യുന്നത്? അല്ല, ആ സിങ്ക് ചെയ്ത വാട്ടർ ആ ഡീപ്പ് ഓഷനിൽ കൂടെ മൂവ് ചെയ്ത് താഴേക്ക് നമ്മുടെ ഇക്വേറ്റർ റീജിയണിലേക്ക് വരുന്നു.